ഈ പണം ധാരാളമായിട്ട് വന്നിട്ടും നിങ്ങൾ ഇവ രണ്ടും ജീവിതത്തിൽ പ്രാബല്യത്തിൽ വരുത്തുന്നില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പിച്ചോ നിങ്ങളുടെയും നിങ്ങളുടെ മക്കളുടെയും കാര്യം കട്ടപ്പോക. മാനം മര്യാദയ്ക്ക് ജീവിച്ചുകൊണ്ടിരുന്ന മനുഷ്യൻ പെട്ടെന്ന് വിഷ്ണുമായ ഭക്തനായിട്ട് മാറുന്നു. അവിടെ രക്ഷയില്ലാണ്ടാവുമ്പോൾ ഉടനെ പ്രത്യങ്കരാദേവി, അവിടെയും രക്ഷപ്പെട്ടില്ലെങ്കിൽ വാരാഹി. ഇനി സോഷ്യൽ മീഡിയയിൽ പുതിയത് വന്നിട്ട് വേണം. ഹിന്ദുക്കളൊക്കെ കാത്തിരിക്കുക. അപ്പോ നിങ്ങൾ ചിലപ്പോ തിരിച്ചു ചോദിച്ചേക്കാം, ജീവിക്കാൻ കാശില്ലാതെ എന്ത് ചെയ്യുക, എന്ത് നിഷ്ഠ എന്ന്. എന്നാല് നമസ്കാരം. അപ്പോ ഇന്ന് മുതൽ നമ്മുടെ വീഡിയോയ്ക്ക് കുറച്ച് റീച്ച് കുറവായിരിക്കും കേട്ടോ. അതിന്റെ കാരണം ഇന്നത്തെ വീഡിയോയുടെ ഉള്ളടക്കം കേട്ട് കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അതെന്തെങ്കിലും ആവട്ടെ, ഇത്രയും ദിവസം നമ്മൾ കോമൺ ആയിട്ടുള്ള പല കാര്യങ്ങളും പറഞ്ഞു അല്ലെ. അപ്പോ നമുക്കിന്ന് ചെറിയ രീതിയിൽ ഹൈന്ദവ ജീവിത രീതികളിലേക്ക് കിടക്കാം. എല്ലാവർക്കും ഒന്നാണ് എന്ന് തോന്നുന്ന, എന്നാൽ അങ്ങനെ അല്ലാത്ത രണ്ട് കാര്യങ്ങളെ കുറിച്ചാണ് ഇന്ന് ഞാൻ സംസാരിക്കുന്നത്. അതിനു മുൻപ് എനിക്ക് പറയാനുള്ളത്, ഞാനിപ്പോ പറയുന്ന പല കാര്യങ്ങളും ചിലപ്പോ നിങ്ങൾക്ക് അറിയാവുന്നത് തന്നെയായിരിക്കും. പക്ഷേ സമത്വഭാരതി പറയുന്നത് എന്താ? ചിട്ടയോടെയുള്ള പഠനം അല്ലെ. അപ്പോ വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളും തുടക്കം മുതലുള്ള കാര്യങ്ങളും പറഞ്ഞല്ലേ തീരൂ. ഇനി അടുത്തൊരു കാര്യം, ഇതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളൊക്കെ തന്നെ ആയിരിക്കാം, പക്ഷേ ജീവിതത്തില് പ്രാവർത്തികമാക്കുന്നുണ്ടായിരിക്കില്ല. അപ്പോ അത്തരക്കാരോട് എനിക്ക് പറയാനുള്ളത്, അറിവ് നേടിയാൽ മാത്രം പോരാ, അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുമ്പോഴാണ് ഫലം കിട്ടുന്നത്. മാത്രമല്ല അത് ജീവിതത്തിൽ നിരന്തരമായിട്ട് പാലിക്കുകയും വേണം. അതായത് ജീവിതചര്യയായിട്ട് മാറണം. ഇനി ജീവിതചര്യ മാത്രം ഉണ്ടായിട്ട് കാര്യമുണ്ടോ? ഇല്ല. ചര്യയോടൊപ്പം നമുക്ക് വേണ്ട മറ്റൊരു പ്രധാന ഘടകം നിഷ്ഠയാണ്. ഇപ്പോ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും, ഇത് രണ്ടും ഒന്നല്ലേ എന്ന്. എന്നാലല്ല. ആദ്യം നമുക്ക് ചര്യ വേണം, ആ ചര്യകളിൽ നിഷ്ഠയും വേണം. ഇത് രണ്ടും നമ്മളിലുണ്ടെങ്കിൽ നമ്മുടെ ജീവിതം വിജയിച്ചു എന്ന് തന്നെ പറയാം. അപ്പോ നിങ്ങൾ തിരിച്ചു ചിലപ്പോൾ ചോദിച്ചേക്കാം, ജീവിക്കാൻ കാശില്ലാതെ എന്ത് ചര്യ, എന്ത് നിഷ്ഠ എന്ന്. എന്നാല് ഇവ രണ്ടുമുണ്ടെങ്കിൽ പണം താനെ വരും. ഇവ രണ്ടുമുണ്ടെങ്കിലേ പണം വരുള്ളൂ എന്ന് പറയുന്നതായിരിക്കും കൂടുതൽ ശരി. ഇനി ഇതൊന്നുമില്ലാതെ പണം കുമിഞ്ഞുകൂടുന്ന വേറെ ചില കൂട്ടരുണ്ട്. അവരെ കുറിച്ച് ഞാൻ പ്രത്യേകമായിട്ട് വേറൊരു വീഡിയോയിൽ പറയാം. അതൊരു പ്രത്യേക ജന്മ. പക്ഷേ ഒരൊറ്റ കാര്യം ഞാൻ പറയാം, ചര്യയും നിഷ്ഠയും ഇല്ലാതെ നിങ്ങൾക്ക് പണം വരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ, ഈ പണം വന്നിട്ടും നിങ്ങൾ ഇവ രണ്ടും ജീവിതത്തിൽ പ്രാബല്യത്തിൽ വരുത്തുന്നില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പിച്ചോ നിങ്ങളുടെയും നിങ്ങളുടെ മക്കളുടെയും കാര്യം കട്ടപ്പോകാം. ഇനി നമുക്ക് വിഷയത്തിലേക്ക് തന്നെ വരാം. അതായത് ഈ ചര്യയും നിഷ്ഠയും ആത്മീയതയുമായിട്ട് മാത്രം ബന്ധപ്പെട്ടതൊന്നും അല്ലാട്ടോ. നമ്മുടെ ഭൗതിക ജീവിതത്തിലും ഇത് രണ്ടും ഉണ്ടായേ തീരൂ. ഞാൻ ഭൗതിക രീതിയിൽ ഒരു ഉദാഹരണം പറയാം. ഒരാള് ദിവസവും രാവിലെ 5 മണിക്ക് എഴുന്നേറ്റ് നടക്കാൻ പോകും. അതിന് ചര്യ എന്ന് നമുക്ക് പറയാം. എന്നാല് ഒരു ദിവസം ഭയങ്കര മഴയാണെന്ന് കരുതുക. എന്നിട്ടും നിശ്ചയദാർഢ്യത്തോടു കൂടി, കർക്കശ സ്വഭാവത്തോടു കൂടി 5 മണിക്ക് തന്നെ അയാൾ നടക്കാൻ പോവേണ് എന്ന് കരുതുക. അതിനെ നിഷ്ഠ എന്ന് നമുക്ക് പറയാം. ഇനി ആത്മീയതയിൽ ഇതിനെ എങ്ങനെ പറയാം എന്ന് ചോദിച്ചാല്, ബ്രാഹ്മമുഹൂർത്തത്തിൽ ഉണരുക, ഈശ്വരഭജനം, ജപം, ധ്യാനം, യോഗ, ഉപവാസം തുടങ്ങിയ നിത്യകർമ്മങ്ങളൊക്കെ എല്ലാ ദിവസവും ചെയ്യുന്നുണ്ടെങ്കിൽ അത് അയാളുടെ ചര്യയാണ്. അങ്ങനെ രാവിലെ എഴുന്നേൽക്കുന്നത് മുതൽ രാത്രി ഉറങ്ങുന്നത് വരെ ഒരാൾ സ്ഥിരമായിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ, അതിൽ പല്ലുതേപ്പും കുളിയും ഭക്ഷണം കഴിക്കലും ജോലിയും എല്ലാം പെടുട്ടോ. അല്ലാതെ ദൈവിക കാര്യങ്ങൾ മാത്രമല്ല. ഇനി ചെയ്യുന്ന കാര്യങ്ങൾ മാത്രമല്ല ചര്യയിൽ പെടുന്നത്. ഒരു വ്യക്തി സമൂഹത്തിൽ എങ്ങനെ ജീവിക്കുന്നു, അവരുടെ പൊതുവായ ശീലങ്ങൾ എന്തൊക്കെ എന്നുള്ളതും ചര്യയിൽ പെടുന്നതാണ്. ഇനി ആത്മീയ രീതിയിൽ നിഷ്ഠ എന്താണെന്ന് കൂടി പറയണമല്ലോ. ഒരു ഉദാഹരണത്തിലൂടെ തന്നെ അതും പറയാം. അതായത് ഒരാൾക്ക് ദൈവത്തിൽ ഭയങ്കര വിശ്വാസമാണ്, പക്ഷേ ജീവിതത്തിൽ ചില സമയങ്ങളിൽ നമുക്ക് ബുദ്ധിമുട്ടൊക്കെ വരും. അങ്ങനെ ബുദ്ധിമുട്ടുകൾ മാറുന്നില്ല, അല്ലെങ്കിൽ എല്ലാം ഭംഗിയായിട്ട് നടക്കുന്നുണ്ടായിരുന്നു, പക്ഷെ പെട്ടെന്ന് ചില പ്രശ്നങ്ങൾ വന്നു. ഉടനെ ദൈവത്തിലുള്ള വിശ്വാസം പോയി. അയാൾക്ക് നിഷ്ഠയില്ല എന്ന് തന്നെ നമുക്ക് പറയാം. ഇപ്പോ നമ്മളുടെ ഹൈന്ദവ വിശ്വാസികളെയൊക്കെ ദൈവിക കാര്യങ്ങളിൽ നിഷ്ഠയില്ലാതാക്കി മാറ്റുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്നത് സോഷ്യൽ മീഡിയ ആണെന്ന് ഞാൻ പറയും. മാനം മര്യാദയ്ക്ക് ജീവിച്ചുകൊണ്ടിരുന്ന മനുഷ്യൻ പെട്ടെന്ന് വിഷ്ണുമായ ഭക്തനായിട്ട് മാറുന്നു. അവിടെ രക്ഷയില്ലാണ്ടാവുമ്പോൾ ഉടനെ പ്രത്യങ്കരാദേവി, അവിടെയും രക്ഷപ്പെട്ടില്ലെങ്കിൽ വാരാഹി. ഇനി സോഷ്യൽ മീഡിയയിൽ പുതിയതായിട്ട് വന്നിട്ട് വേണം. ഹിന്ദുക്കളൊക്കെ കാത്തിരിക്കുക. അതായത് പറഞ്ഞു വന്നത് മറ്റൊന്നുമല്ല, ബാഹ്യമായ തടസ്സങ്ങളോ പ്രതിസന്ധികളോ ഉണ്ടായാലും സ്വന്തം ആത്മീയ ലക്ഷ്യത്തിൽ നിന്നും ഈശ്വര വിശ്വാസത്തിൽ നിന്നും അണുകിട വ്യതിചലിക്കാതിരിക്കുന്ന അവസ്ഥയാണ് ആത്മീയതയിലെ നിഷ്ഠ എന്ന് പറയുന്നത്. അതിന് പല രീതിയിലുള്ള നിഷ്ഠകളുണ്ട് കേട്ടോ. ജ്ഞാനനിഷ്ഠ, ഗുരുനിഷ്ഠ, ഭക്തിനിഷ്ഠ, അങ്ങനെ പലതും. നമ്മുടെ ആത്മീയ പുരോഗതിക്കാണെങ്കിലും ഭൗതിക പുരോഗതിക്കാണെങ്കിലും ഇവ രണ്ടും പരസ്പര പൂരകങ്ങളാണ് എന്ന് തന്നെ പറയേണ്ടി വരും. അതായത് വെറുമൊരു ആചാരം മാത്രമായി ഈശ്വരനെ ഭജിച്ചാല് അതില് ആത്മീയ ചൈതന്യം കുറവായിരിക്കും. കാരണം അത് വെറും ചര്യയാണല്ലോ. എന്നാൽ അതിനോടൊപ്പം നിഷ്ഠ, അതായത് ആത്മാർത്ഥമായ സമർപ്പണം കൂടി ചേരുമ്പോഴാണ് അത് പൂർണ്ണമാകുന്നത്. ഇത് തന്നെയാണ് ഭൗതിക ജീവിതത്തിലും സംഭവിക്കുന്നത്. എല്ലാ ദിവസവും ജോലിക്ക് പോകും, പക്ഷെ കൃത്യനിഷ്ഠയില്ല.
അല്ലെങ്കിൽ ഒരാൾ ബിസിനസ് തുടങ്ങുന്നത് കണ്ടിട്ട് നമ്മളും ബിസിനസ് തുടങ്ങും. അതിൽ രക്ഷയില്ലെന്ന് കാണുമ്പോൾ ഉടനെ അടുത്ത ബിസിനസ്സിലേക്ക് ചാടും. ഇനി അതിലും രക്ഷയില്ലെങ്കിലോ വേറൊരു ജോലിക്ക് പോകും. ഇങ്ങനെ ചാടി ചാടി ജീവിതം തീരും. എന്ത് നേടി എന്ന് ചോദിച്ചാല് വട്ടപൂജ്യം. അപ്പൊ മനസ്സിലാക്കുക, ചര്യകളിലൂടെ മുന്നോട്ട് പോകുമ്പോൾ മനസ്സിലുണ്ടാകേണ്ട അചഞ്ചലമായ ഭക്തിയും ലക്ഷ്യബോധവുമാണ് ആത്മീയതയിലെ നിഷ്ഠ എന്ന് പറയുന്നത്. കൃത്യമായിട്ട് പറഞ്ഞാല് ആത്മീയ പാതയിലെ നിഷ്ഠയും ചര്യയും ഒരു സാധകന്റെ ആന്തരികവും ബാഹ്യവുമായ വളർച്ചയെ നിർണയിക്കുന്ന രണ്ട് പ്രധാന തൂണുകളാണ്. ലളിതമായിട്ട് പറഞ്ഞാല് ചര്യ എന്നത് ശരീരത്തിന്റെ പ്രവർത്തനവും നിഷ്ഠ എന്നത് മനസ്സിന്റെയും ആത്മാവിന്റെയും ഭാവവുമാണ്. ഇനി എല്ലാവർക്കും മനസ്സിലാവുന്ന സാധാരണ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാല് ഒരു വ്യക്തി പുറമേക്ക് അനുഷ്ഠിക്കുന്ന കർമ്മങ്ങളും ശീലങ്ങളുമാണ് ചര്യ. ഇനി നിഷ്ഠ എന്ന് പറയുന്നത് ചര്യകളിലൂടെ മുന്നോട്ട് പോകുമ്പോൾ മനസ്സിലുണ്ടാകേണ്ട അചഞ്ചലമായിട്ടുള്ള ഭക്തിയും ലക്ഷ്യബോധവുമാണ്. അപ്പോ ജീവിതത്തിൽ വിജയിക്കണം എന്നുണ്ടെങ്കിൽ നല്ല ചര്യകളും വേണം, അത് നമ്മുടെ നിഷ്ഠയായിട്ട് മാറുകയും വേണം. അപ്പോൾ എല്ലാവരും ഇന്ന് തന്നെ കുറച്ചു നേരം സ്വസ്ഥമായിട്ടൊന്ന് ഇരിക്കുക, ചിന്തിക്കുക. എന്നിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ചര്യകൾ ഉണ്ടോ എന്ന് സ്വയം ഒരു ചോദ്യം ചോദിക്കുക. ഇനി അതൊക്കെ ഉണ്ട് എന്ന് ഉത്തമ ബോധ്യമുണ്ടെങ്കിൽ അത് നിങ്ങളുടെ നിഷ്ഠയാണോ എന്ന് ഒന്ന് വിലയിരുത്തുക. ജീവിതത്തിൽ വേണ്ടതാണ്, പക്ഷെ നിങ്ങളിൽ ഇല്ല എന്ന് തോന്നുന്ന നല്ല കാര്യങ്ങൾ ഇനിയെങ്കിലും ജീവിതത്തിൽ ഉൾപ്പെടുത്തി രക്ഷപ്പെടാൻ നോക്കുക. ഇനി ഇതൊക്കെ ഇത്ര വലിച്ചു നീട്ടി പറയുന്നത് എന്തിനാണ്? പെട്ടെന്ന് പറഞ്ഞിട്ട് ബോടാ എന്നൊക്കെ പറഞ്ഞ് കമന്റുകളുമായിട്ട് കുറെ പേര് വരും. അവരോട് പറയാനുള്ളത്, ചുരുക്കി മനസ്സിലാക്കേണ്ടവർക്ക് ഇതൊക്കെ പല ബുക്കുകളിൽ നിന്ന് കിട്ടും, അത് വായിച്ചാൽ മതി. സാധാരണക്കാർക്കും മനസ്സിലാവുന്ന രീതിയിൽ പറയാൻ വേണ്ടിയിട്ടാണല്ലോ ഉദാഹരണ സഹിതം നമ്മുടെ പ്രായോഗിക ജീവിതവുമായിട്ട് കണക്ട് ചെയ്ത് വിശദമായിട്ട് വീഡിയോ ചെയ്യുന്നത്. അപ്പൊ നന്ദി, നമസ്കാരം.